വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പൂനൂർ കെ കരുണാകരൻ. മനസ്സംഘർഷങ്ങളെ ലഘൂകരിക്കുവാനും അതിജീവിക്കാനുമുള്ള ഏറ്റവും നല്ല ഔഷധമാണല്ലോ നർമ്മം. ചിരിയും സന്തോഷവുമാണ് അത് ജീവിതത്തിന് നൽകുന്ന സവിശേഷ ഭാവങ്ങൾ. നല്ലൊരു ഫലിതത്തിന് മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളെ വലിയ അളവിൽ കുറയ്ക്കാൻ കഴിയുമെന്ന് ആധുനിക മനഃശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളെ നർമ്മബോധത്തോടെ നേരിടാൻ പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ നമ്മെ ഉപദേശിക്കാറുള്ളതും. നർമ്മമില്ലാത്ത മനസ്സ് വരണ്ട ഭൂമിയാണ്. നല്ലതൊന്നും അവിടെ വളരുകയോ തളിരിടുകയോ പൂവിടുകയോ ചെയ്യില്ല. നർമ്മം ആസ്വദിക്കുന്നവരുടെയും പറയുന്നവരുടെയും ഹൃദയത്തിൽ കാലുഷ്യം തങ്ങി നിൽക്കില്ല എന്ന് പറയാറുണ്ട്. നേരംപോക്ക്, കളിവാക്ക്, വെടിപറച്ചൽ തുടങ്ങി നർമ്മത്തിന് പല തലങ്ങളുമുണ്ടല്ലോ. പരുക്കൻ വാക്കുകളും പരുഷമായ മുഖഭാവവുമായി മനുഷ്യരോട് ഇടപെടുന്നവരെക്കാൾ എളുപ്പത്തിൽ സ്വീകാര്യരാവുന്നത് കളിവാക്കുകളുമായി അവരെ അഭിമുഖീകരിക്കുന്നവരാണ്. പ്രശസ്തരായ ഭരണാധികാരികളും സാഹിത്യ നായകരും പണ്ഡിത ശ്രേഷ്ഠരുമൊക്കെ ഇത്തരത്തിൽ ജനപ്രീതി നേടിയവരാണ്. ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റങ്ങളെ സൗമ്യമായി തിരുത്താൻ നർമ്മത്തെപ്പോലെ ഫലപ്രദവും നിരുപദ്രവവുമായ മറ്റൊരുപാധിയുമില്ല തന്നെ. മനുഷ്യൻ ചിരിക്കുന്ന ജന്തുവാണ് എന്ന പ്രശസ്ത ജർമ്മൻ ഫിലോസഫറായിരുന്ന ഹെൻറി ബെർഗ്സൺ പറഞ്ഞതും അതുകൊണ്ട് തന്നെ. മനുഷ്യ നന്മയുടെ വിശുദ്ധ ഭാവങ്ങളിൽ അവഗണിക്കാൻ പറ്റാത്ത ഒന്നാണ് നർമ്മവും. കോപം, അസൂയ, പക, അഹന്ത തുടങ്ങിയ അധമവികാരങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെന്ന് വരികിലും അവയെ മയപ്പെടുത്തിയെടുക്കാൻ നർമ്മത്തിന് കഴിയുന്നു. ഉദാഹരണങ്ങൾ നിരവധിയുണ്ടെങ്കിലും സുപ്രസിദ്ധ ജർമ്മൻ കവിയായിരുന്ന ഗോയ്ഥെയുടെ പേരിൽ പറഞ്ഞുവരുന്ന ഒരു അനുഭവകഥയാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരിക്കൽ വൈകുന്നേരത്തെ നടത്തം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നോക്കുമ്പോൾ അതേ പാതയിലൂടെ തനിക്കെതിരെ നടന്നുവരുന്നു ഗോയ്ഥെയെ എതിർക്കുക എന്നത് മാത്രം ജീവിതവ്രതമാക്കിയ വിമർശകവീരൻ. രണ്ടുപേരും അടുത്തെത്തി. വിമർശകവീരൻ ഗോയ്ഥെയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ സാധാരണ വിഡ്ഢികൾക്ക് വഴിമാറാറില്ല. നടപ്പാതയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറി നിന്നുകൊണ്ട് ഗോയ്ഥെ പറഞ്ഞു, പക്ഷേ ഞാനത് പതിവുണ്ട്. എതിരാളിയുടെ മുഖത്തെ ചമ്മൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. വലിയ വഴക്കും വക്കാണവും കൊണ്ട് നേടുന്നതിനേക്കാൾ എത്രയോ മഹത്തായ വിജയമാണ് ഗോയ്ഥെ ഏതാനും വാക്കുകൾ കൊണ്ട് നേടിയെടുത്തത്. ശത്രുവിന് പോലും അഭിനന്ദിക്കാൻ തോന്നുന്ന വിജയം. ഗോയ്ഥെയെപ്പോലെ ഹൃദ്യമായ നർമ്മം കൊണ്ട് അഹംഭാവികളെ അടിയറവ് പറയിച്ച മഹത്തുക്കൾ മലയാളത്തിലും ഏറെയുണ്ടായിരുന്നു. കുഞ്ചൻ നമ്പ്യാരെയും കാക്കശ്ശേരി ഭട്ടതിരിയെയും സഞ്ജയനെയും പോലെയുള്ള മഹാത്മാക്കൾ. ഇക്കൂട്ടത്തിൽ കാക്കശ്ശേരിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഗോയ്ഥെയുടെ കഥയുമായി സമാന സ്വഭാവമുള്ളതാണ്. പണ്ട് ഉദ്ദണ്ണശാസ്ത്രികൾ എന്ന അപാര പണ്ഡിതൻ തൻ്റെ പാണ്ഡിത്യ പ്രകടനവുമായി ജൈത്രയാത്ര നടത്തുന്ന കാലം. മലയാള മണ്ണിലെത്തിയ ആ മഹാപണ്ഡിതനുമായി സംവാദം നടത്താൻ കാക്കശ്ശേരി ഭട്ടതിരിയാണ് നിയോഗിക്കപ്പെട്ടത്. ഉദ്ദണ്ണശാസ്ത്രികൾ രാജസദസ്സിൽ ഘനഗംഭീരനായി നിൽക്കുന്നു. ചുറ്റിലും പ്രൗഢമായ നിശബ്ദത. അവിടേക്കാണ് താരതമ്യേന നീളം കുറഞ്ഞ കാക്കശ്ശേരി കടന്നു വന്നത്. കണ്ട മാത്രയിൽ തന്നെ പുച്ഛത്തോടെ ഉദ്ദണ്ണശാസ്ത്രികൾ എഴുന്നേറ്റ് നിന്നു. പിന്നെ നിസ്സാരഭാവത്തിൽ പറഞ്ഞു, ആകാരോ ഹ്രസ്വ. ആകാരമെന്നാൽ ആകൃതിയിൽ കുള്ളനാണല്ലോ എന്നായിരുന്നു പരിഹാസം. ഒരു നിമിഷം പോലും പാഴാക്കാതെ കാക്കശ്ശേരി തിരിച്ചടിച്ചു, നെഹി നെഹി അകാരോ ഹ്രസ്വ. മലയാളാക്ഷരങ്ങളിൽ ആ എന്നത് ദീർഘമെന്നും അ എന്നതാണ് ഹ്രസ്വം എന്നുമാണ് കാക്കശ്ശേരി ഉരുളയ്ക്കുപ്പേരി എന്നതുപോലെ മറുപടി നൽകിയത്. ഉദ്ദണ്ണൻ ഇരുന്നുപോയി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജീവിതത്തെ ലാഘവത്തോടെ കാണുക എന്നത് പ്രസാദാത്മകതയുടെ ലക്ഷണമാണ്. ആ പ്രസാദാത്മകതയാണ് നർമ്മം മനുഷ്യജീവിതത്തിന് സമ്മാനിക്കുന്നത്. ഇവിടെ പക്ഷെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നർമ്മം എന്നത് ഇരുതല മൂർച്ചയുള്ളൊരു വാള് പോലെയാണ്. സന്ദർഭത്തിന് പറ്റിയ വിധത്തിലല്ല പ്രയോഗിക്കുന്നതെങ്കിൽ അത് വിപരീത ഫലമേ ഉണ്ടാക്കൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറും എന്നർത്ഥം. ഔചിത്യപൂർവ്വം ഉപയോഗിക്കുമ്പോൾ നർമ്മം മനുഷ്യ മനസ്സിന്റെ ഊർജദായക വിഭവമായി മാറുന്നു. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പൂനൂർ കെ കരുണാകരൻ.